ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഡാൻസ് കോസ്റ്റ്യൂം ഇടാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ഓഫീസിലെ റാലിയുടെ ഭാഗമായിട്ട്, അതായത് ഓണം സെലിബ്രേഷൻ്റെ റാലിയുടെ ഭാഗമായിട്ട് ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് 9 അപ്പം അതിന് മുന്നേ തന്നെ എത്തണം. എൻ്റെ അടുത്ത് 7 കേട്ടോ എത്താൻ പറഞ്ഞേക്കണേ. 7 എത്തണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം മേക്കപ്പ് ഇടുമ്പോഴൊക്കെ എങ്ങനെയാണ്, എനിക്കവിടെ ക്യാമറ എവിടെ വെക്കണം അതൊന്നും ഒരു ഐഡിയ ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ ഫ്രണ്ട്സ് എല്ലാവരും ഒരു 10 to 10:30 അതിനിടയ്ക്ക് റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വരത്തുള്ളൂ. എനിക്ക് ഈ കോസ്റ്റ്യൂം ഉണ്ടായതുകൊണ്ട് എനിക്ക് നേരത്തെ ചെല്ലേണ്ടത്. അപ്പം എന്തായാലും നോക്കാം. ഞാൻ അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ ജസ്റ്റ് ഇനി ഒന്ന് ഒരുങ്ങിയാൽ മാത്രം മതി. ഒരുങ്ങാനൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് പോവാം. ഒരുപാട് കണ്ണുപോലും എഴുതുന്നില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ പിന്നെ കണ്ണൊക്കെ എഴുതിയാൽ പിന്നെ അതൊക്കെ മായ്ക്കാൻ നിൽക്കണ്ടേ. സോ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഷൂട്ട് ചെയ്യാം. സോ അപ്പോൾ ഞാൻ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പം ഭയങ്കര അഡിക്റ്റാണ് ചായക്ക്. എനിക്കറിയില്ല, ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇത്രയും ചായക്ക് അഡിക്റ്റ് ആവുന്നത്. എനിക്ക് ഈ ചായ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് സൈനസ് ഉണ്ട്, അതുപോലെ തന്നെ കഫക്കെട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ചായ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഈ പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മറ്റേ നമ്മളെ ഹോൾ മിൽക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്നും ഇതുപോലെ കഫക്കെട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ പാസ്ചറൈസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ്. പട്ടോടി ഉടുപ്പാണ്. കാരണം സാരി ഉടുത്തിട്ട് ഈ റാലിയൊക്കെ ചെയ്തതിന് ശേഷം ഏകദേശം 1 to 2 ആകുമ്പോഴായിരിക്കും റാലി കഴിയുന്നത്. പിന്നെ ഈ സാരിയൊക്കെ അഴിച്ച് വേറെ സാരി ഉടുക്കാനായിട്ട് ഒന്നാമത് എനിക്ക് അറിയത്തുമില്ല, പിന്നെ വേറെ ആരുടെ ഹെൽപ്പ് കിട്ടാനും ചാൻസ് ഇല്ല. ഉടനെ തന്നെ ലഞ്ചൊക്കെ നമുക്ക് കഴിക്കണം, ലഞ്ചിന് വലിയ ക്യൂ ഉണ്ടാവും, അതിന് കറക്റ്റ് ടൈമിൽ തന്നെ ചെല്ലണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പട്ടോടി ഉടുപ്പ് എടുത്ത് വെക്കാം, അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാമല്ലോ. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വിമ്മിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പുതുതായിട്ട് സ്വിമ്മിങ്ങിന് ജോയിൻ ചെയ്തു. ജിമ്മിന് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഒരു സ്കില്ല് പഠിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ സ്വിമ്മിങ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പോകുന്ന ഒരു വീഡിയോയും എൻ്റെ സ്വിമ്മിങ് പൂളും അതൊക്കെ ഞാൻ ഒരു ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ലാപ്ടോപ്പിന് എനിക്ക് വർക്ക് ഉണ്ട്. ആക്ച്വലി നല്ല പണിയുള്ള സമയമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലാപ്പ് എടുക്കേണ്ടി വരും. ബട്ട് എന്നാലും ഞാനന്ന് എബൌട്ട് 2 to 3 hours വർക്ക് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം റാലിയുടെ അതും ഫുഡ് കഴിക്കലും എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഒക്കെ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഒരു 1 year ഞാൻ ഇൻഫോസിസിൽ ജോയിൻ ചെയ്തിട്ട് കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് വന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്തു. ഇനി എനിക്കൊരു മേക്കപ്പ് പൗച്ച് പാക്ക് ചെയ്ത് വെക്കണം. അതിനകത്ത് ഓയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. സോ അതെനിക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാം. ഒരു 6:45 ആകുമ്പോഴത്തേക്കെങ്കിലും എനിക്ക് ഇറങ്ങണം, എന്നാലേ എനിക്ക് 7 ആകുമ്പോൾ എത്താൻ പറ്റും. സോ നമുക്കൊരു ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങനെ എൻ്റെ ചായ തിളച്ച് പൊങ്ങി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞാൻ ഒന്ന് ഇരുന്നു, ഒന്ന് സെറ്റിൽ ഡൗൺ ആയി. അതിന് ശേഷമാണ് ഞാൻ റെഡി ആയത് പോകാനായിട്ട്. പിന്നെ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്കിൻ പ്രെപ്പ് ഒന്നും ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടുള്ളൂ, സൺസ്ക്രീൻ പോലും ഇട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് സമയം എനിക്ക് കിട്ടി. 7 എനിക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. ക്യാമ്പസിൽ 7 ആകുമ്പോഴത്തേക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. മധുരമില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പിടിക്കും. അങ്ങനെ എൻ്റെ മോർണിംഗ് പരിപാടീസൊക്കെ തുടങ്ങി. ഞാൻ ആദ്യം ഒന്ന് ഫേസ് വാഷ് ചെയ്തു.
ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിപ്പം കുറച്ച് നാളായിട്ട്, ഒരുപാടല്ല കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഐസിൽ ഡിപ്പ് ചെയ്യുന്നത്. അത് എനിക്കത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ചെയ്യണം. പിന്നെ ഞാനൊരു 5 ടൈംസാണ് കേട്ടോ ഇങ്ങനെ ഡിപ്പാക്കുന്നത്. എത്ര ടൈംസ് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മളെ ഫേസ് നന്നായിട്ട് ഫ്രീസാവും എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ലതാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങാം. ഒരുപാട് താമസിക്കണ്ട. 7 മണിയാകുമ്പോൾ എനിക്കവിടെ ചെല്ലണം. സോ ഒന്നുമില്ല, ഞാനൊരു ലിപ് ബാം ഇട്ടു, ഒരു ഫേസ് ടോണർ ഇട്ടു, പിന്നെ ഒരു പൊട്ട് വെച്ചു. ഇത്രയേ ഉള്ളൂ. കമ്മൽ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം. അങ്ങനെ ഞാൻ ഒരു 7-5 ഒക്കെ ആയപ്പോഴേക്കും ക്യാമ്പസിൽ ചെന്നു. ഞങ്ങൾ ബസ് ബേയിലായിരുന്നു കേട്ടോ ഈ പരിപാടീസൊക്കെ. അപ്പോൾ ഞങ്ങൾ ബസ് ബേയിൽ ഞാൻ ചെന്നു. അവിടുന്ന് എനിക്ക് കോസ്റ്റ്യൂം തന്നു. അപ്പോൾ ഇത് ഇട്ടിട്ട് ബാക്കി മേക്കപ്പിന് നമ്മൾ പോയി റെഡി ആവുകയാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓഫീസിൽ ഇത്രയും നേരത്തെ എത്തുന്നത്. ആക്ച്വലി വേറൊരു പ്രോഗ്രാമിൽ ഞാൻ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്രയും രാവിലെ ഓഫീസിൽ വന്നിട്ടുമില്ല. ഓഫീസിലാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ഇല്ലാത്താനും. അങ്ങനെ ഞാൻ ഈ കോസ്റ്റ്യൂം ഇടാനായിട്ട് വാഷ്റൂമിലൊക്കെ പോയി കോസ്റ്റ്യൂം ഇട്ട് റെഡിയായിട്ട് വന്നു. റെഡിയായിട്ട് വന്ന സമയത്ത് ഇവിടെ തെയ്യം, കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അവരെല്ലാവരും അവരൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഓരോരുത്തരെയും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കഥകളിക്ക് വേറെ സെപ്പറേറ്റ് മേക്കപ്പ് മാൻ ഉണ്ട്. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം അവർക്കൊക്കെ ഒരാളാണുള്ളത്. ഇത് ഞങ്ങളുടെ അവിടുത്തെ മോഹിനിയാട്ടിയായിരുന്നു. 2 മോഹിനിയാട്ടംകാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. പിന്നെ തലയൊക്കെ കെട്ടണം. ഓർണമെൻറ്റ്സും എല്ലാം അവർ റെൻറ്റിന് എടുക്കുകയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് തല കെട്ടിയാൽ മതിയായിരുന്നു. അതിനുശേഷം തലയൊക്കെ കെട്ടി ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടു, ആക്സസറീസ് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു. ബട്ട് ഫ്രണ്ട്സ് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ മീൻസ് ഒരു ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല. അതിന് കുറച്ച് ഇതിന് ശേഷം എല്ലാവരും ഏകദേശം ഒരു 11:30-ക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ റാലി സ്റ്റാർട്ട് ചെയ്തത്. ഓണപ്പൊട്ടനും ഈജിപ്ഷ്യൻ കൾച്ചറും മീൻസ് ഞങ്ങളുടെ ഇവിടുത്തെ റാലി എനിക്കറിയില്ല എല്ലായിടത്തും ഇങ്ങനെയാണെന്നും. എല്ലാ കൾച്ചറും അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചാബി, ഈജിപ്ഷ്യൻ എല്ലാം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ എല്ലാ കലകളും ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഈ റാലി ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് തന്നെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം അത് ചിലപ്പം ഈ ഒരു സെയിം ക്യാൻവാസിലായിരിക്കില്ല വരുന്നത്, ഡിഫറെൻറ്റ് ക്യാൻവാസിലായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കഥകളിയും ഓണപ്പൊട്ടനും എല്ലാ കോസ്റ്റ്യൂമുകാരും റെഡിയായി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാവേലി. ഞങ്ങൾക്കാണ് ആക്ച്വലി ഫസ്റ്റ് അടിച്ചത് ഈ റാലിക്ക്. ബെസ്റ്റ് മാവേലി ഞങ്ങളായിരുന്നു. ഇപ്പോഴും കലയും ഉത്സവവും എല്ലാം ഈ ഉത്സവം 2025 റാലിയിൽ കൂടെ ഇത്രയും 20-ൽ കൂടുതൽ ഉത്സവങ്ങൾ കൊണ്ടെത്തിക്കാൻ നമ്മൾ സാധിച്ചതിൽ സ്വർണം എന്നത് ഒരു സ്ത്രീയുടെയോ ഒരു വ്യക്തിയുടെയോ കണ്ണീരല്ല, അത് സമ്പത്താണ് സൂചിപ്പിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട്
റാലിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ മീൻസ് സെയിം ക്യാൻവാസിലാവില്ല ആ റാലിയുടെ വീഡിയോസൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു, ഭയങ്കര സദ്യയായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല സദ്യയായിരുന്നു. 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് സദ്യ ഇഷ്ടമല്ല, ബട്ട് ഈ ഒരു സദ്യ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമായി. എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല സദ്യയായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് കുറേ നേരം വർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ വർക്ക് ചെയ്തത് ഏകദേശം 2 to 3 hours ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ റാലി ടീമല്ല, റാലി ടീമാണ്. രണചക്ര എന്നായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ പേര്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മാവേലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ടീമുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തത്. കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞ പോലെ റെൻ്റ് ചെയ്ത കോസ്റ്റ്യൂമായിരുന്നു. അതെല്ലാം അവർക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സ് അവരുടെ കയ്യിൽ എത്തിക്കണം. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് സാരി എടുത്ത് ഉടുക്കാനായിട്ട് ഒരു ടൈമില്ല. അതുകൊണ്ട് ഞാനൊരു പട്ടുപാവാട ഉടുപ്പ് എടുത്തിട്ടാണ്, അതിട്ടിട്ടൊക്കെ തന്നെയാണ് ലഞ്ച് കഴിച്ചതും. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞ കുറേ ഫോട്ടോസ് എടുത്ത്. ഇത് ഞങ്ങളുടെ റാലിക്ക് ഞങ്ങളുടെ ടീമിൻ്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ടീം കൊണ്ടുവന്ന ആനയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതിലും വലിയ ആനയായിരുന്നു ഞാൻ വീഡിയോസിനകത്തൊക്കെ കണ്ടപ്പോൾ. ഇപ്രാവശ്യം കുഞ്ഞാനയാന്ന് തോന്നുന്നു കൊണ്ടുവന്ന്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ